കോർപ്പറേഷനിൽ മൊത്തം അഴിമതികളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ അഴിമതിയേ ഉള്ളൂ. ബഹുമാന്യ വി കെ പ്രശാന്ത് ആയിരുന്നു ഇതിന്റെ ഇതെല്ലാം. അതെ, ഇപ്പോൾ വട്ടിയൂർക്കാവല്ലേ, അദ്ദേഹം മുമ്പ് മേയറായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹമായിരുന്നു ഇതിന്റെ പേരിലോട്ട കാര്യങ്ങളെല്ലാം. പിന്നെ അദ്ദേഹം ഇവിടെ പോയ ശേഷം വർക്ക് സ്റ്റോപ്പായി, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഓണർ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റ് മാറിയാൽ മാത്രമേ വേറൊരാളിന് കോൺട്രാക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി വാർത്ത ഇപ്പോൾ എത്തി നിൽക്കുന്നത് പണിഞ്ഞിട്ടും പണി തീരാത്ത ഒരു ശ്മശാനമുണ്ട് കഴക്കൂട്ടത്ത്. ഇവിടെയുള്ള എല്ലാ നിവാസികളും ആശ്രയിക്കുന്നത്, അതായത് കഴക്കൂട്ടമാവട്ടെ, കണിയാപുരമാവട്ടെ, കടന്നകുളമാവട്ടെ, ഇവിടുത്തെ എല്ലാ നിവാസികളും ആഗ്രഹിക്കുന്നതും ആശ്രയിക്കുന്നതും ഈ ഒരു പൊതു ശ്മശാനമാണ്. 2016 തറക്കല്ലിട്ടുവെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ ഇവിടുത്തെ പണികൾ എഴഞ്ഞ് മാത്രമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഷയമാണ് മലയാളി വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു ഇലക്ട്രിക് ശ്മശാനമാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും ശക്തമായ എതിർപ്പ് വന്നതോടെ ഇവിടെ ഗ്യാസ് ഉപയോഗിച്ച് ഈ ശ്മശാനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോഴും ആർക്കു വേണ്ടിയാണ് ഇത്തരം പണികൾ എഴഞ്ഞു നീങ്ങുന്നത്? കഴിഞ്ഞ 8 വർഷമായി ഇവിടുത്തെ നിവാസികൾ ആശ്രയിക്കുന്നത് തെക്കാടുള്ള ശാന്തി കവാടമായ പൊതു ശ്മശാനമാണ്. ഈ പ്രദേശവാസികൾക്ക് ഇന്ന് നിമിഷം വരെ ഈ ഭാഗത്ത് ശ്മശാനം അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊരു വീഴ്ച തന്നെയാണ്. കോർപ്പറേഷന്റെ ഭാഗത്ത് നഗരമാതാവായ ആര്യ രാജേന്ദ്രന്റെ വീഴ്ച തന്നെയാണ്. ഒരു പ്രാവശ്യം ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്തു, പകുതിയോളം പണികൾ നിർത്തിവെച്ചു. എന്നാൽ 8 വർഷമായിട്ടും ഈ നിമിഷം വരെ ഇവിടുത്തെ പണികൾ ഒന്നും തന്നെ പുരോഗമിക്കുന്നില്ലാത്തൊരു പരാതിയാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ചേട്ടാ കഴക്കൂട്ടം പൊതു ശ്മശാനത്തിലെ പണി കറക്റ്റായിട്ട് പുരോഗമിക്കാത്തത്? പാർട്ടിക്കാർ ഇട്ട് വലിച്ചഴക്കുന്നതാണ്, അല്ലാതെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അവർ അട്ടിമറിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇവിടുത്തെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ തെക്കാട് ശാന്തി കവാടത്തിൽ കൊണ്ടുപോകുന്ന അത്രയും ഗതികേടാണ് ഇവിടെയുള്ള പരിസരം. പോകാൻ പറ്റില്ല. അതാണ് സത്യാവസ്ഥ. പാർട്ടിയുടെ വീഴ്ചയാണ്. പാർട്ടിക്കാരുടെ കീഴിലല്ലേ വരുന്നത്? ആണ്, കോർപ്പറേഷന്റെ കീഴിലാണ്. കോർപ്പറേഷനിൽ മൊത്തം അഴിമതികളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ അഴിമതിയേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഇലക്ഷന് തിരിച്ചടി കിട്ടിയത്. പണിഞ്ഞിട്ടും പണി തീരാത്ത കഴക്കൂട്ടം ശ്മശാനത്തെ കുറിച്ച് അയൽവാസികളുടെ പ്രതികരണം നമുക്ക് നോക്കാം. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇവിടെ പണി കറക്റ്റായിട്ട് നടക്കാത്ത? എത്രയോ കോൺട്രാക്ടർമാർ വന്നിട്ട് മതിയാക്കി പോയെന്നൊക്കെയല്ലേ പറയുന്നത്? മതിയാക്കി പോയി. ഇതിപ്പോ 2 3 കോൺട്രാക്ടറാണിത്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പണി നടക്കുന്നുണ്ട്, സ്പീഡായിട്ട് പണി നടക്കുന്നുണ്ട്. 8 വർഷമായി തുടങ്ങിയിട്ട് 2016 തുടങ്ങിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യ വി കെ പ്രശാന്ത് ആയിരുന്നു ഇതിന്റെ ഇതെല്ലാം. അതെ, ഇപ്പോൾ വട്ടിയൂർക്കാവല്ലേ, അദ്ദേഹം മുമ്പ് മേയറായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹമായിരുന്നു ഇതിന്റെ പേരിലോട്ട കാര്യങ്ങളെല്ലാം. പിന്നെ അദ്ദേഹം ഇവിടെ പോയ ശേഷം വർക്ക് സ്റ്റോപ്പായി, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ പുതിയൊരു കോൺട്രാക്ടറാണ് വർക്ക് എടുത്തിരിക്കുന്നത്. പഴയ കോൺട്രാക്ടറിന് എന്തോ ബാലൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷെ എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് വർക്ക് സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇപ്പോൾ വർക്ക് ഇന്ന് ഞായറാഴ്ച ഇല്ല, ഇപ്പം നാളെ തൊട്ട് വർക്ക് സ്റ്റാർട്ട് ആവുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു പൊതു ശ്മശാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ടോ? അതിപ്പം നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. കാരണം എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം പറഞ്ഞ ഇലക്ട്രിക്കലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ ഈ റെയിൽവേയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ അനുമതി കിട്ടാത്തതുകൊണ്ട് ഗ്യാസ് ആക്കി ഇപ്പോൾ ഗ്യാസിൻ്റെതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ചാലുവായി ആരംഭിച്ചാലേ പറയാൻ പറ്റും. പ്രവർത്തനം എന്താ പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇല്ല, പ്രവർത്തനം ഈ ചാലു ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് കാര്യം എന്ന് അറിയാൻ പറ്റും. നീങ്ങാണല്ലേ പണി കഴിഞ്ഞാൽ ഇന്നിപ്പോ ഈ വർക്ക് തുടരെ നടന്നുകൊണ്ട് പോയി കഴിഞ്ഞാലും ഓക്കെ കൊള്ളാം. അല്ലാതെ ഇനി ഇതിൽ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, ഒരു പ്രതീക്ഷ വേണ്ട. പിന്നെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പോ ഇലക്ഷൻ ആയിട്ട് തുടങ്ങിയല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ തീർച്ചാലായി. കഴക്കൂട്ടം 1-ാം വാർഡ് കൗൺസിലർ കവിത ഇപ്പോൾ മലയാളി വാർത്തയ്ക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരും പറയുന്നു താങ്കളെ കാണാനില്ല, ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് താങ്കൾ പ്രത്യക്ഷത്തിൽ വരാറില്ല. എന്താണ് ഈ ഒരു ശ്മശാനം പുരോഗമിക്കാത്തത്? എന്നെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കാണുന്നില്ലേ?
ശ്മശാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെ. ലാസ്റ്റ് വർക്ക് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ഫർണസ് പൂർത്തിയായിട്ടുണ്ട്. ഗ്യാസ് ഫർണസ് ആണ് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഏതാണ്ട് എത്ര നാളിനകത്ത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടക്കും? സെപ്റ്റംബറിനുള്ളിൽ ഉദ്ഘാടനം ഉണ്ടാവും. പല കോൺട്രാക്ടർമാരും മാറാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ മേയർ ഇരുന്ന സമയത്ത് ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഫർണസിൻ്റെ കോൺട്രാക്ട് എടുത്തത്. അതായത് സിവിൽ വർക്ക്, കെട്ടിടം വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓണർ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റ് മാറിയാൽ മാത്രമേ വേറൊരാളിന് കോൺട്രാക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അത് പ്രകാരം നമ്മൾ സ്മാർട്ട് സിറ്റിയെ ഏൽപ്പിച്ചു. അവർ കേരയിൽ കമ്പനിക്കാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഫർണസിൻ്റെ പണി കംപ്ലീറ്റ് ആയി. 2 ഫർണസാണ്, ഗ്യാസ് ഫർണസാണ്. സദൺ റെയിൽവേ മന്ത്രാലയം ഇതിനെ ശക്തമായി എതിർത്തുവെങ്കിലും ഇപ്പോൾ ഗ്യാസ് വഴി മുന്നോട്ട് പോകാനുള്ള തീരുമാനം അല്ലേ? ഗ്യാസ് ഫർണസാണ്. ഇലക്ട്രിക് വെക്കാൻ പറ്റൂല. റെയിൽവേ ലൈൻ അടുത്തതായതുകൊണ്ട് ഇലക്ട്രിക് വെക്കാൻ പറ്റത്തില്ല. എന്തായാലും ഉദ്ഘാടനം ഓണത്തിന് ശേഷം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ശ്മശാനത്തിന്റെ പണി പുരോഗമിച്ചാൽ ഒരു ആത്മാവിനെങ്കിലും മനസ്സമാധാനത്തോടെ ഇതേ കഴക്കൂട്ടം പൊതു ശ്മശാനത്തിൽ അവരെ ദഹിപ്പിക്കുവാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് കഴക്കൂട്ടം.